യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലിരുന്നാലും അനുഗ്രഹിക്കപ്പെട്ട ആരാധന കർത്താവ് നമ്മൾക്ക് തന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ പാടി സ്തുതിച്ച് ആരാധിച്ചതുപോലെ നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ ചാരത്തുണ്ട്. ആവശ്യത്തിൻ്റെ സമയത്ത് വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. താങ്ക് യു ലോർഡ്. നമ്മളുടെ ബലഹീനമായ ശരീരങ്ങൾക്ക് ബലം പകരുവാൻ, നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ, ഏത് സമയവും ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു പോകുവാൻ നമുക്ക് തന്നിരിക്കുന്ന പദവിക്കായി ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാലും. താങ്ക് യു ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിക്കനുസരിച്ച് ദൈവ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ തരും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച്, ഒംനിപൊറ്റൻറ്റ് ഗാഡ്, സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. ബൈബിൾ പറയുന്നത് സകലതും അവനാൽ സാധ്യമാണ്, അവനാൽ അസാധ്യമായ യാതൊന്നുമില്ല. അത് വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാലും. ദൈവത്താൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല, സകലതും ദൈവത്താൽ സാധ്യമാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരം, സൂപ്പർ അബണ്ടൻ്റ്ലി അബവ് ഓൾ ദാറ്റ് വി ആസ്ക് ഓർ ഡെയർ ടു തിങ്ക്, നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അധികം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, അത് നടക്കണമെങ്കിൽ അക്കോർഡിംഗ് ടു ദ പവർ ദാറ്റ് വർക്ക്സ് ഇൻ അസ്, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിക്കനുസരിച്ച് മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയുള്ളൂ. എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞ ആരെങ്കിലും അല്പത്തിൽ തൃപ്തരായാൽ ആ അകത്ത് വ്യാപരിക്കുന്ന ശക്തിക്കനുസരിച്ച് മാത്രമേ, നമ്മളുടെ അകത്ത് ഡെപ്പോസിറ്റ് ആയിരിക്കുന്നതല്ല, ഞാനത് കുറച്ചും കൂടെ കഴിയുമ്പോൾ പറയാം, അകത്ത് വ്യാപരിക്കുന്ന ശക്തിക്കനുസരിച്ച് മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ വരികയുള്ളൂ. എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് അതിൻ്റെ ലിമിറ്റേഷൻ ഉള്ളപ്പോൾ, കർത്താവേ എനിക്ക് അധികം വേണം എന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്ന ആത്മാവിൽ ദരിദ്രരായിട്ടുള്ള ചിലരുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ്. എത്ര ലഭിച്ചാലും ഇത് പോരെ കർത്താവേ, ഇതിനേക്കാൾ അല്പം കൂടെ എനിക്ക് വേണം. ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ. ആഗ്രഹിക്കുന്നവരെ, ചോദിക്കുന്നവരെ തൃപ്തരാക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയുള്ളതിനാൽ ആത്മാവിലേക്ക്, നമ്മളുടെ മാനുഷിക ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആത്മാവിൻ്റെ ശക്തിയും പകരുവാൻ തീയാലും ആത്മാവിനാലും അഭിഷേകം ചെയ്യുന്നവൻ ഇന്നും നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. സോ ആ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നമ്മൾ 2-3 ആഴ്ചകൾ ചിന്തിച്ചു. അകത്ത് ഡെപ്പോസിറ്റ് ആയിരിക്കുന്നതല്ല, അകത്ത് വ്യാപരിക്കുന്നത്. പൗലോസും ശീലാസും നമ്മൾ ചിന്തിച്ചു. പൗലോസും ശീലാസും അവരുടെ അകത്ത് ഭയങ്കരം ഒരു പവർ ഡെപ്പോസിറ്റഡ് ആയിരുന്നു. പെന്തിക്കോസ്ത് നാളിൽ അഗ്നിനാവ് എന്നത് പിളർന്ന അഗ്നിനാവുകൾ പോലെ അവരുടെ മേൽ വന്ന ആ ശക്തി അവരുടെ അകത്ത് ഡെപ്പോസിറ്റഡ് ആയിരുന്നു. എങ്കിലും അവരെ കാരാഗ്രഹത്തിൽ പിടിച്ചടച്ചു. എങ്കിലും ആ അകത്ത് ഡെപ്പോസിറ്റഡ് ആയിരുന്ന ആ ശക്തി അതൊന്ന് വർക്ക് ചെയ്യുവാൻ, അതൊന്ന് പ്രാവർത്തനിക മണ്ഡലത്തിൽ വരുവാൻ അവരെ തന്നെ ഒന്ന് വിട്ടുകൊടുത്തപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി, ചങ്ങലകൾ കയ്യിൽ നിന്ന് വീണു. യെസ്, ആമങ്ങളിൽ നിന്നും കാലുകൾ പുറത്തു വന്നു. അവർ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വന്നു. കാര്യം അവരുടെ അകത്ത് നിക്ഷേപിച്ചിരുന്ന ആ ശക്തി അവരുടെ അകത്ത് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ഡെപ്പോസിറ്റ് ആയിരിക്കുന്നതല്ല, വർക്ക് ചെയ്യുന്നതനുസരിച്ച്, നിക്ഷേപിച്ചതല്ല, ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനുസരിച്ച് പ്രാർത്ഥനകൾക്ക് മറുപടി വന്നിരിക്കും. സോ ആദ്യമേ അത് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം ഓൾറൈറ്റ്, കുറച്ചും കൂടെ മുൻപോട്ട് വരുമ്പോൾ ഇന്ന് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ ആഗ്രഹിക്കുക. എങ്ങനെയാണ് അതിനെ വർക്കിംഗ് ലെവലിലോട്ട് കൊണ്ടുവരുന്നത്? ഒന്ന് നമ്മൾ ചിന്തിച്ചു, സ്തുതികളാൽ അകത്ത് ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയെ നമ്മൾക്ക് ഉണർത്തുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൈയടിക്കുന്നത്, അതുകൊണ്ടാണ് കരമുയർത്തുന്നത്, അതുകൊണ്ടാണ് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നത്. വ്യക്തിപരമായ ജീവിതത്തിലും പരസ്യമായി നമ്മൾ കൂട്ടമായി ഒരുമിച്ച് വരുമ്പോഴും, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രൈസ്, സ്തുതികൾ ഉയരുമ്പോൾ നമ്മുടെ അകത്ത് ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന ആ ശക്തി അത് വർക്കിംഗ് കപ്പാസിറ്റിയിലേക്ക് ഉണർന്നു വരികയാണ്. ആമേൻ. റൈറ്റ്. അടുത്തത് നമ്മൾ കാണുവാൻ പോകുന്നത്, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അടുത്ത ചില കാര്യങ്ങൾ കൂടി ഇന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഈ ഹാളിൻ്റെ അകത്ത് ഒരറ്റത്ത് കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുകയും അടുത്ത അറ്റത്ത് അതിൻ്റെ എക്സിറ്റ്, അതിൻ്റെ മറ്റൊരു ലൈൻ കൊടുക്കുകയും ചെയ്തിട്ട് ഒരു മീറ്റർ കണക്ട് ചെയ്താൽ ഇതിൻ്റെ അകത്തൂടെ പവർ പാസ് ചെയ്യും, പക്ഷേ വർക്ക് ചെയ്യത്തില്ല. ആരെങ്കിലും ഇലക്ട്രിക് കമ്പിയിൽ കയറി തൊട്ടാൽ അവർക്ക് ഷോക്ക് അടിക്കും. എങ്കിലും മീറ്ററിൽ ചുമ്മാതെ കറണ്ട് പാസ് ചെയ്താൽ ഒരിക്കലും മീറ്റർ വർക്ക് ചെയ്യത്തില്ല. കാര്യം ശക്തി പാസ് ചെയ്തെങ്കിലും ശക്തി പ്രവർത്തിക്കുന്നില്ല.
ഇതിൻ്റെ അകത്ത് വരുന്ന ഇലക്ട്രിസിറ്റി പ്രവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫാൻ വേണം, ഇതിൻ്റെ അകത്ത് ലൈറ്റ് വേണം, ഇതിൻ്റെ അകത്ത് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അകത്തു വരുന്ന ശക്തി പ്രവർത്തിക്കുവാനിടയാകുകയുള്ളൂ. നമ്മളുടെ അകത്ത് ദൈവം ആത്മാവിനെ പകരും. ഡെപ്പോസിറ്റ് ആയിരിക്കുന്ന ശക്തി കൊണ്ട് മാത്രം പോരാ, അത് വർക്ക് ചെയ്യണമെങ്കിൽ, അകത്ത് വ്യാപരിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ നമ്മളുടെ അകത്ത് ചില ഉപകരണങ്ങൾ, ഞാൻ ഇന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക, ചില കാര്യങ്ങൾ അകത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അതിലൊന്നായിരുന്നു സ്തുതി. ഇന്ന് നമ്മൾ അടുത്തൊരു വചനത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഈ ശക്തി എങ്ങനെ പ്രവർത്തിക്കും? അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. 8, 9, 10 വായിച്ചാട്ട് കാര്യം. ഇംഗ്ലീഷിൽ 9-ാമത്തെ വാക്യം. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ. എഫേസ്യ ലേഖനം 1:9 chapter 1 and verse number 9. 1-ാം അധ്യായം 9-ാം വാക്യം. 19, is it verse 19? Okay, 19-ാം വാക്യം. I'm sorry, എഴുതിയതിൻ്റെ മിസ്റ്റേക്ക്. വായിച്ചാട്ട്. വല്ലഭത്വത്തിൻ്റെ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഈ വാക്യത്തിൽ വായിക്കുന്നു, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി, അതിൻ്റെ അളവറ്റ വലിപ്പം മനസ്സിലാക്കുവാൻ പറയുകയാണ്. ദ പവർ ഇൻ എ ബിലീവർ. ഒരു വിശ്വസിക്കുന്ന ആളുടെ അകത്ത് ഈ ശക്തി പ്രവർത്തിച്ചാരംഭിക്കും. ആവർത്തിക്കാം, ശ്രദ്ധിക്കണം. ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ബിലീവ് ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കകത്ത് ഈ ശക്തി ആരംഭിച്ചിരിക്കും. രണ്ടാമത്തെ അളവിൽ പറയട്ടെ, നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ശക്തി വ്യാപരിച്ചിരിക്കും. സ്തുതിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി പോലെ തന്നെ വിശ്വസിക്കുന്നവരിൽ ഒരു ശക്തി വ്യാപരിച്ചിരിക്കും. വിശ്വസിക്കുവാൻ ആരംഭിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അളവറ്റ ഒരു വലിപ്പം, ശക്തിയുടെ വലിപ്പം നമ്മളിൽ വെളിപ്പെട്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. മത്തായി സുവിശേഷം 9-ാം അധ്യായം, അങ്ങോട്ട് വായിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മതി. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ വിശ്വസിക്കുന്നുവോ? മറുപടി, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ മറുപടി, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. സൗഖ്യമായിരിക്കും, വിടുതലായിരിക്കും. വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വാക്യം ആർക്കെങ്കിലും വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. 9-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ാം വാക്യത്തിലുമുണ്ട്. മത്തായി സുവിശേഷം 9-ാം അധ്യായം 28-ഉം 29-ലും വേണമെങ്കിൽ ഒന്ന് വായിച്ചോളൂ. സോ ദാറ്റ് വി ജസ്റ്റ് നോ വാട്ട് വി ആർ സ്പീക്കിംഗ് അബൌട്ട്. നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പലരും മിസ്കോട്ട് ചെയ്യുന്നൊരു വാക്യമായത്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അതുകൊണ്ട് എന്ത് വിശ്വസിച്ചാലും കാര്യം സാധിക്കുമെന്ന്. നോ, യേശു കർത്താവ് അതിൻ്റെ മുൻപേ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് വ്യക്തമായി ചോദിച്ചു. ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയും എന്ന് നീ എന്നിൽ വിശ്വസിക്കുന്നു. അതേ കർത്താവേ, നീ എന്നെ തൊട്ടാൽ അങ്ങ് എന്നെ സൗഖ്യമാക്കുവാൻ ശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വാസം എന്ന് വ്യക്തമായി ഓരോ പ്രാവശ്യവും ചോദിച്ചറിഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. ആദ്യത്തെ വാക്യം വായിക്കാതെ പലരും പറയാറുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. നോ, ദാറ്റ്സ് എ ടോട്ടലി ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ഹൗവയോട് ചോദിക്കാം, ഹൗവ എന്താണ് വിശ്വസിച്ചത്? ഹൗവയുടെ ഏറ്റവും നല്ല വിശ്വാസമായിരുന്നു, ഈ പഴം പറിച്ചു തിന്നാൽ ദൈവത്തെ പോലാകും. ഈ പഴം പറിച്ചു തിന്നാൽ കണ്ണുകൾ തുറക്കും, ദൈവത്തെ പോലാകും. ദൈവത്തെ പോലാകുവാനുള്ള ഒരു ആത്മീയ ആഗ്രഹത്തോടെ, ഒരു വലിയ പ്രതീക്ഷയോടെ, ഒരു വലിയ വിശ്വാസത്തോടെ പഴത്തെ കയറി തൊട്ടു, അത് തിന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, അതുകൊണ്ട് വലിയ പ്രയാസമുണ്ടായി. നമുക്കെല്ലാം അറിയാവുന്നതാണ്. വിശ്വാസം രക്ഷിക്കും. എങ്കിലും എവിടെ നിന്നാണ് വിശ്വാസം നമ്മൾ കേട്ടത്? വിശ്വാസത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കേൾക്കുന്നതാണ് വിശ്വസിക്കുന്നത്. പലരും വിശ്വസിക്കുന്ന പല വിശ്വാസങ്ങളാണ്. ചിലർ എവല്യൂഷനിൽ വിശ്വസിക്കുന്നു, ചിലർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. എന്ത് വിശ്വാസമാണെങ്കിലും വിശ്വാസത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ബിലീഫ് സിസ്റ്റം, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പിൻപിൽ എവിടെ നിന്നാണ് നമ്മളത് കേട്ടത് എന്ന് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പറഞ്ഞു, നീ ഇത് തൊടരുത്, തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷേ പിശാച് വന്ന് പറഞ്ഞു, തിന്നാൽ നീ ദൈവത്തെ പോലാകും. എന്തൊരു നല്ല
നല്ല വിശ്വാസമാണ്. ദൈവത്തെ പോലെ ആകുവാൻ വിശ്വസിച്ച് പ്രതീക്ഷിച്ച് പഴം പറിച്ചു തിന്നു, ഗുണത്തിന് പകരം ദോഷം ചെയ്തു. വിശ്വസിക്കണമെങ്കിൽ എവിടെ നിന്ന് നമ്മൾ കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു എന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരുണ്ടോ ജീവിതത്തിൽ തകർന്നു പോകുകയില്ല. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ വചനം അനുസരിക്കുന്ന മനുഷ്യൻ പാറയുടെ മേൽ അടിസ്ഥാനം ആഴത്തിൽ കുഴിച്ച പാറയുടെ മേൽ വീട് പണിത ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോലായിരിക്കും. യേശു കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാൻ, വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും അതുപോലെ വിശ്വസിക്കുവാൻ. യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇംഗ്ലീഷിൽ വായിച്ചാൽ അല്പം വ്യത്യാസമുണ്ട്. ആ കോമയുടെ വ്യത്യാസത്തിൽ ട്രാൻസ്ലേഷന് ആശയത്തിൽ ഒരല്പം വ്യത്യാസം വന്നുപോയി. ഇംഗ്ലീഷിൽ വായിക്കുന്നു, ഇഫ് ഹി ബിലീവ്സ് ഈവൻ ആസ് ദ സ്ക്രിപ്ചർ സേയ്സ്, വചനത്തിൽ എന്നെക്കുറിച്ച് പറയുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവനുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകിയിരിക്കും. യേശുവിനെ വിശ്വസിക്കണം. പലരും വിശ്വസിക്കുന്നവരുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു, പ്രവാചകനായിരുന്നു, വിശുദ്ധ മനുഷ്യനായിരുന്നു, നല്ലൊരു അനേക വിശ്വാസങ്ങളുള്ളപ്പോൾ പറയുന്നതൊക്കെ നല്ലതാണ്, അങ്ങനെ എന്തോ വേണമെങ്കിൽ വിശ്വസിച്ചു. എങ്കിലും എന്നിൽ വിശ്വസിക്കുന്നവൻ എങ്ങനെ വിശ്വസിക്കണം? തിരുവെഴുത്ത് എന്നെക്കുറിച്ച് പറയുന്നത് പോലെ ഒരു വ്യക്തി എന്നെക്കുറിച്ച് വിശ്വസിച്ചാൽ അവൻ്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകിയിരിക്കും. ഇന്ന് ആ വാഗ്ദത്തം അവകാശമാക്കി ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ആദ്യത്തെ ചില നിമിഷങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നിന്നും ശ്രദ്ധിച്ചതിന് ശേഷം ഒടുവിലത്തെ ചില നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഇന്ന് അധികം സമയം പ്രാർത്ഥനയ്ക്ക് എടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് സാധിക്കുമോ എന്നറിയത്തില്ല. എങ്ങനെയെങ്കിലും ഐ വോണ്ട് കംപ്ലീറ്റ് അല്പം ചുരുക്കി മെസ്സേജ് എടുത്തെങ്കിലും ഇന്ന് ചിലരുടെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദികൾ ഇതിൻ്റെ അകത്ത് ഒഴുകുന്ന ചില അനുഭവങ്ങളിലേക്ക്, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ചിലരുടെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദികൾ, ഉറവകൾ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ചിലർ വിശ്വാസത്തിന്റെ അടുത്ത പടികളിലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ യേശുവിൽ വിശ്വസിച്ചാൽ, തിരുവെഴുത്ത് പറയുന്നത് പോലെ വിശ്വസിച്ചാൽ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിന്റെ വിശ്വാസം രക്ഷിക്കുമെന്ന് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ നീ സൗഖ്യമാകുമെന്ന് മാത്രമല്ല, നീ വിടുതൽ പ്രാപിക്കുമെന്ന് മാത്രമല്ല, നീ വിശ്വസിക്കണമെങ്കിൽ നീ എക്സ്പെക്ട് ചെയ്യുന്നത്, നീ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് വേണം. പലർക്കും പ്രതീക്ഷകളില്ല. പലർക്കും ഏതോ ഒരു ഗുഡ് ഫീലിംഗ്, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ മാനിക്കപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ സൗഖ്യം തരുവാൻ, നിന്റെ കാഴ്ച തരുവാൻ, നിനക്ക് വിടുതൽ തരുവാൻ, നിന്റെ മകളെ സൗഖ്യമാക്കുവാൻ, നിന്റെ മകനെ സൗഖ്യമാക്കുവാൻ, നിനക്ക് നന്മ തരുവാൻ എനിക്ക് സാധിക്കും എന്ന് നീ വിശ്വസിക്കുന്നു. വളരെ വ്യക്തമായ ഒരു എക്സ്പെക്ടേഷൻ ദൈവസന്നിധിയിൽ, ഒരു പ്രതീക്ഷ ദൈവസന്നിധിയിൽ വെച്ചവരോട് പറയുകയാണ്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് ചിലർ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ചിലർ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ ശുഭദിനങ്ങൾ കർത്താവേ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്, എൻ്റെ വിടുതൽ അടുത്ത് വന്നിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ജീവജലത്തിൻ്റെ നദികൾ എന്നിൽ നിന്നും പുറപ്പെടുന്നത് പോലെ, മരുഭൂമി പോലെ കിടക്കുന്ന ചില അവസ്ഥകളെ ഇന്ന് പകൽക്കാലം മലർവാടിയാക്കി തീർക്കുവാൻ, എൻ്റെ അകത്തുനിന്ന് ചില ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാൻ ആരംഭിക്കുവാൻ സമയമായി എന്ന് പ്രതീക്ഷിക്കുന്ന ചിലരുണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലരുടെ അകത്തുനിന്ന് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ, മരുഭൂമിയുടെ അവസ്ഥകളെ മലർവാടിയാക്കുവാൻ, ഇന്ന് പകൽക്കാലം പച്ചയില്ലാത്ത ചില മരുഭൂമികളെ അവസ്ഥകൾ മാറ്റുന്ന ജീവജലത്തിന്റെ നദികൾ പുറത്തുനിന്നല്ല നിന്റെ അകത്തുനിന്ന് ഒഴുകിയിരിക്കും. നിന്റെ ഭവനത്തിന്റെ അകത്തെ ശൂന്യതയെ മാറ്റുവാൻ ഇന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ടോ? ദൈവശക്തിയാൽ എന്ന് പറയട്ടെ, ദൈവശക്തിയാൽ നിങ്ങളുടെ അകത്തുനിന്ന് ചില ഉറവകൾ ഇന്ന് പകൽക്കാലം പൊട്ടിപ്പുറപ്പെടുവാൻ പ്രതീക്ഷയോടിരിക്കുന്നവരുണ്ടെങ്കിൽ, എന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ടെങ്കിൽ, എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അവന്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ തിരിച്ചറിയുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി മുഖാന്തരം ചിലരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ചില ജീവജലത്തിന്റെ നദികൾ ഒഴുകിയിരിക്കും. വിശ്വസിക്കുവാൻ സാധിക്കുമോ? Can you believe? ഞാൻ ഇന്ന് ബിലീഫ് ആൻഡ് ഫെയ്ത്ത് രണ്ട് വാക്കുകളുടെ ഡീപ്പ് മീനിങ്സ് എടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും ഐ ഡോണ്ട് നോ അങ്ങോട്ട് ടച്ച് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇന്ന് ഒറ്റ വാക്കിൽ മാത്രം നിർത്തുക, വിശ്വാസം. ബിലീഫ് എന്നാണ് ഞാൻ ഏറ്റവും അധികം ഉദ്ദേശിക്കുന്നതെങ്കിലും വിശ്വാസം എന്നുള്ള ഒറ്റ മലയാളം വാക്കിൽ മാത്രം നിൽക്കട്ടെ. വിശ്വസിക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മളുടെ അകത്ത് ശക്തി വർദ്ധിക്കുവാൻ ആരംഭിക്കും. സ്തുതിക്കുന്നവർ ഒരു കാര്യം ഓർത്തോണം, വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കണം. ചിലതൊക്കെ പ്രതീക്ഷിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് നിറവേറും എന്ന് പ്രതീക്ഷിക്കണം. നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് അപ്പുറയുള്ള കാര്യങ്ങളാണ് അധികം താല്പര്യമുള്ളത്, എനിക്ക് വിട്ടുപിരിഞ്ഞിരിക്കുവാനാണ് വലിയ താല്പര്യം, വലിയ പ്രതീക്ഷയാണെങ്കിലും ഒരു കാര്യം മറക്കല്ല, ഈ ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അപ്പുറത്തെ കാര്യങ്ങൾ താൻ പ്രതീക്ഷിച്ചത്. പലരും ഇവിടെ ഒന്നും ചെയ്യാതെ അപ്പുറത്തെ കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്നവരുണ്ടെന്നോ. വിശ്വാസം എന്നുള്ളത് ഇപ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്താൽ അളവറ്റ വലിപ്പം ചിലരുടെ അകത്തുനിന്ന് പുറത്തു വന്നിരിക്കും. ഓൾറൈറ്റ്, അല്പം കൂടെ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. സോ വിശ്വാസം നമ്മുടെ അകത്ത് വരണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരികയാണ്. നമ്മുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കണമോ?
വിശ്വസിക്കുന്നവരെല്ലാം സാധിക്കും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഇറ്റ്സ് ഇംപോസിബിൾ ടു പ്ലീസ് ഗോഡ് വിതൗട്ട് ഫെയ്ത്ത്. എങ്കിലും ആ വിശ്വാസം അകത്ത് വരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വചനത്താൽ മാത്രമേ വിശ്വാസം വരികയുള്ളൂ. ഒരുപക്ഷേ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ കൂടിയായിരിക്കും. ഒരുപക്ഷേ ബൈബിൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ കൂടെ വരുന്ന ശബ്ദം നിങ്ങളുടെ കാതുകളിൽ വീഴുന്ന ശബ്ദത്തിലായിരിക്കും. ഒരുപക്ഷേ മെസ്സേജ് ടി വിക്കകത്തൂടെ കേൾക്കുമ്പോഴായിരിക്കും. ഒരുപക്ഷേ എവിടെയെങ്കിലും വചനം കേൾക്കുമ്പോൾ കാതുകളിൽ വചനം വന്ന് വീഴുമ്പോൾ ഒരു കാര്യം സംഭവിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ അകത്ത് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ഓർക്കണം, കർത്താവേ, ഇത് വചനത്തിൻ്റെ ആധാരത്തിലുള്ളതാണോ? ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഏറ്റവും ലോജിക്കലായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ആർക്കും മറുപടി പറയാൻ കഴിയാത്തൊരു വാക്യം. ഞാൻ തന്നെ കുടുങ്ങിപ്പോയി. പെട്ടെന്ന് എൻ്റെ അകത്തൊരു ചോദ്യം, ഏത് വചനത്തെ ആധാരമാക്കിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ലോജിക്കലി വളരെ ആപ്റ്റ്, വളരെ വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്, മറുപടി ഇല്ലാത്തൊരു ചോദ്യമാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു. ഞാൻ ഒരു ദൈവദാസൻ എന്ന പദവിയിൽ ഇതിന് മറുപടി പറയണമെങ്കിൽ ഏത് വചനത്തിൻ്റെ ആധാരത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയണം. വചനത്തിന് ആധാരമല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന് യോഗ്യമല്ല. നമ്മളുടെ വിശ്വാസം വചനത്തെ ബേസ് ചെയ്തായിരിക്കും. വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ വിശ്വസിച്ചാൽ വള്ളിയും പുള്ളിയും മാറാതെ, ആകാശവും ഭൂമിയും മാറിയാലും വള്ളിയും പുള്ളിയും മാറാതെ ദൈവ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? കണ്ണുകളാൽ നോക്കുമ്പോൾ എല്ലാം ശൂന്യമായിരിക്കും. അകത്തിൻ്റെ അകത്തൊരു വിശ്വാസമുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം വരും. നിങ്ങളുടെ വിശ്വാസം പോലെ, പ്രതീക്ഷ പോലെ നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിനായി ജീവിതത്തിലേക്ക് ഒരു ദൈവശക്തിയുടെ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ കേട്ടു, എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്, എൻ്റെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുകയാണ്. എങ്കിലും ജീവിതത്തിൽ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ എല്ലാം ശൂന്യമായി കിടക്കുമ്പോൾ അകത്തിൻ്റെ അകത്തൊരു ശബ്ദം, വചനം എന്നോട് സംസാരിച്ചത്, നീ ശപിക്കപ്പെട്ടവനല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ നിന്ദിക്കപ്പെട്ട വ്യക്തിയല്ല, നീ മാനിക്കപ്പെട്ടവളാണ്. നീ താഴ്ചയല്ല, ഉയർച്ച പ്രാപിച്ചിരിക്കും. നിന്റെ ശുഭ അന്ത്യം ഞാൻ നിനക്കായി കരുതിയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ വഴിയിൽ തകർന്നു പോകുകയില്ല. ഞാൻ നിന്നെ പരിപാലിക്കും. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം വാഗ്ദത്തം പ്രാപിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അതിന് വിരോധമായിട്ടുള്ള അനുഭവങ്ങൾ കാണുന്നവരുണ്ടോ എന്ന് പറ. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ കാണുന്ന എല്ലാ അനുഭവങ്ങൾക്കും വിരോധമായി യാഥാർത്ഥ്യം എന്ന് ലോകം പറയുന്ന പല സന്ദർഭങ്ങൾക്കും വിരോധമായി എനിക്കുള്ള വാഗ്ദത്തങ്ങൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുകയാണ്. വചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുകയാൽ എന്നോടുള്ള വാഗ്ദത്തം അതാകയാൽ ഞാനത് മുറുകെ പിടിക്കുകയാണ്. എൻ്റെ അകത്ത് ഞാൻ വിശ്വസിക്കുന്നതിനാൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകിയിരിക്കും. അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ വചനം കേൾക്കുവാൻ സമയമെടുക്കണം. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ടെക്നോളജി ഉണ്ടല്ലോ, വചനം കേൾക്കാൻ സമയമെടുക്കുക. വചനം കേൾക്കുമ്പോൾ അകത്ത് വിശ്വാസം വർദ്ധിക്കും. അകത്ത് വിശ്വാസം വർദ്ധിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ, ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ തരാം എന്ന് വാക്ക് പറഞ്ഞവൻ, ദൈവിക ഹിതത്തിനനുസരിച്ചുള്ള നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങളെ മാനിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവം ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ അകത്ത് തന്നിരിക്കും. ദൈവത്തെ വിശ്വസിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവഹിതപ്രകാരം നടക്കുന്നവരുമുണ്ടോ? എങ്ങനെയാണ് വാഗ്ദത്തങ്ങൾ തിരിച്ചറിയുന്നത്? ദൈവത്തിന്റെ ഹിതം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യും. നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മളുടെ വിചാരങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ ദൈവഹിതമായിട്ട് അങ്ങ് മാറും. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിലാകാൻ അനേക അവസരങ്ങൾ വന്നു. 1998 ആദ്യമായി കാനഡയിൽ പോകുവാൻ ആദ്യത്തെ അവസരം വന്നത്. അവിടെ മുതൽ അനേക അവസരങ്ങൾ എൻ്റെ മുൻപിലുണ്ടായി. ഹോങ്കോങ്ങിൽ പോകുവാൻ, അമേരിക്കയിൽ പോകുവാൻ, കാനഡയിൽ പോകുവാൻ, വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷയ്ക്കായിട്ട്, ബിസിനസ്സിനല്ല, ശുശ്രൂഷയ്ക്കായി അവിടെ പോയി സഭയുടെ ചുമതല എടുക്കുവാൻ പലയിടത്തും എന്നെ വിളിച്ചു. എങ്കിലും എൻ്റെ അകത്ത് ഒരു ആഗ്രഹമുണ്ട്. എന്താണ് എൻ്റെ ആഗ്രഹം? ഭാരതത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കുക. Why that? കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമായി, ഒരു ആഗ്രഹമായി ദൈവം ഇട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിൽ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഒരു സ്വപ്നമായി, ആഗ്രഹമായി നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കും. ആ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹങ്ങളെ ദൈവം മാനിച്ചുമിരിക്കും. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഹൃദയത്തിൽ ഭൂമിയിൽ നടപ്പിലാക്കുവാൻ ദൈവം ഹൃദയത്തിൽ പകർന്നിരിക്കും. ആ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം വരം ചെയ്തെടുക്കുവാൻ കഴിയുന്നവൻ ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ റിലീസ് ചെയ്തിരിക്കും. ദൈവത്തിന്റെ ഹിതങ്ങൾ, ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തിന്റെ വഴികളിൽ നടന്നിരിക്കും. പറയുകയാണ്, വചനത്താൽ
കേൾക്കിയാൽ, ദൈവത്തിന്റെ വചനം കേൾക്കുകയാൽ നമ്മളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കും. അങ്ങനെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ ഹിതം നമ്മളുടെ അകത്തേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്യുവാൻ നമ്മളുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുകയാണ്. ആ ആഗ്രഹം, ആ എക്സ്പെക്ടേഷൻ, ആ പ്രതീക്ഷ, ആ ശുഭ പ്രതീക്ഷകൾ, ദൈവവചനത്തിനനുസരിച്ചുള്ള പ്രതീക്ഷകൾ ദൈവസന്നിധിയിൽ കാഴ്ചയായി വയ്ക്കുമ്പോൾ ദൈവം പറയും, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ഞാൻ മാനിച്ചു തരാം. കാര്യം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാൻ നിന്റെ അകത്തെ വിശ്വാസം ഞാൻ കണ്ടു. നിന്റെ വിശ്വാസം നിമിത്തം എൻ്റെ വചനം, എൻ്റെ വാഗ്ദത്തം, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ജീവിതത്തിൽ വരുവാൻ എൻ്റെ ശക്തി പ്രവർത്തിച്ചിരിക്കും. ഈ വചനം ധ്യാനിക്കുവാൻ സമയമെടുക്കണം. മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ്. വചനം ധ്യാനിക്കുവാൻ സമയമെടുക്കണം. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പോലും അറിയാൻ വയ്യാത്ത പലരുമുണ്ട്. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന്, കണ്ണടച്ചോ കണ്ണു തുറന്നോ യാത്ര ചെയ്യുമ്പോഴോ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ഏത് സമയത്തും ദൈവത്തിൻ്റെ വചനം മനസ്സിൽ ചിന്തിക്കുന്നതിനെ ധ്യാനിക്കുക എന്ന് പറയും. ഒരളവിൽ അതിനെക്കുറിച്ച് ശബ്ദമുയർത്തി നാവ് ചലിപ്പിച്ച് സംസാരിക്കുന്നവരുണ്ട്. ധ്യാനിക്കുക എന്ന് തന്നെയാണ് അവിടെയും വാക്ക്. ഇംഗ്ലീഷിൽ അതിൻ്റെ ഡിക്ഷണറി അർത്ഥമെടുത്താൽ ഇങ്ങനെയാണ്, മട്ടറിങ്. ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത് പോലെ, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ, ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന വാക്കുകൾ അത് ദൈവവചനമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ധ്യാനിക്കുകയാണ്. ചിന്തകൾ മാത്രമല്ല, വായിൽ നിന്ന് നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്തുതികളും സ്തോത്രങ്ങളും ദൈവവചനവും ഉണ്ടെങ്കിൽ ധ്യാനത്തിൻ്റെ ഭാഗമാണ്. ധ്യാനിച്ചു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ വർദ്ധിക്കുകയാണ്. അങ്ങനെ വിശ്വാസത്തിൽ വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവശക്തി നമ്മുടെ അകത്തേക്കൊന്ന് വ്യാപരിക്കാൻ തുടങ്ങും. നമ്മളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി ആരിൽ വ്യാപരിക്കുന്നതാണ്? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് അനുസരിച്ച് ദൈവം ചില പ്രാർത്ഥനകൾക്ക് മറുപടി തരും. ഇന്ന് വിശ്വസിക്കാൻ ചിലർ തയ്യാറാണെങ്കിൽ ഇന്ന് ചിലരുടെ ജീവിതത്തിലേക്ക് ഒരു അത്യന്ത ശക്തിയുടെ വ്യാപാരം വരുവാൻ പോകുകയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ശക്തി? ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്ന, അവനിൽ വിശ്വസിച്ചവന് അവൻ ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം നൽകി. ഇംഗ്ലീഷിൽ വായിക്കുന്നത്, he gave them power to become the sons of God. ദൈവത്തിന്റെ പുത്രന്മാരാകുവാനുള്ള അധികാരം ദൈവം നൽകി. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങൾ അവകാശികളെങ്കിലും ദാസന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല എന്നുള്ള ലെവലിൽ നിൽക്കുവാനല്ല, പകരം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവനൊരു അധികാരം തരും. നിങ്ങൾ ശൈശവത്വത്തിലിരിക്കുവാനല്ല, ദൈവപുത്രന്മാരെന്ന അളവിലേക്കൊന്ന് വർദ്ധിച്ചു വരുവാൻ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച സംഭവിച്ചിരിക്കും. എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം ദൈവം നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. യേശു കർത്താവിൽ വിശ്വസിക്കണം. യേശു കർത്താവിൻ്റെ ജനനം, കന്യക ജനനം, യേശു കർത്താവിൻ്റെ പാപമില്ലാത്ത ജീവിതം, യേശു കർത്താവിൻ്റെ മരണം, യേശു കർത്താവിൻ്റെ പുനരുത്ഥാനം, യേശു കർത്താവിൻ്റെ മടങ്ങിവരവ്, സഭയെക്കുറിച്ചുള്ള യേശു കർത്താവിൻ്റെ പഠിപ്പീരം നമ്മുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി ദൈവം ചെയ്യും. ദൈവം കാത്തു സൂക്ഷിക്കും. ദൈവം അരികിലുണ്ട്. ദൈവം കരം പിടിച്ച് വഴി നടത്തും എന്നുള്ള ദൈവവചനത്തിലുള്ള വാഗ്ദത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസിക്കുവാൻ സാധിക്കുമെങ്കിൽ എന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവരുണ്ടോ? നമ്മളുടെ അകത്തുനിന്ന് ചില നന്മകൾക്കായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുവാൻ ദൈവം ശക്തിയെ അയച്ചിരിക്കും. We believe this. നമ്മൾ ഇതെല്ലാം വിശ്വസിക്കുന്നവരാ. എങ്കിലും അടുത്തൊരളവിലേക്ക് ഇന്ന് ആ വിശ്വാസം ശക്തിയായി മാറുവാൻ ഇന്ന് ഇവിടെ ഒരു പ്രാർത്ഥന ഉയർന്നിരിക്കും. അപ്പോൾ നമ്മുടെ അകത്ത്, ചിലരുടെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന വിശ്വാസം ഇന്ന് ഒന്ന് പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഒന്ന് ഉയരുവാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടായിരിക്കും. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചാട്ടെ, മത്തായി സുവിശേഷം 9:23. മത്തായി സുവിശേഷം 9:23. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു. കുഴലൂതുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട്, മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അടുത്ത വാക്യം കൂടെ. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന് ബാലയുടെ കൈ പിടിച്ചു. ബാല എഴുന്നേറ്റു. ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു. ഞാൻ ഉദ്ദേശിച്ച വാക്യം, രണ്ടാമത്തെ പ്രാവശ്യമായി മിസ് ചെയ്യുന്നത് വാക്യം ഇതാണ്: വിശ്വസിക്കുന്നവരാൽ സകലതും സാധിക്കും. ഈ പർവ്വതത്തോട് കടലിൽ പോയി ചാടി വീഴുക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിച്ചിരിക്കും. പ്രൈസ് ദ ലോർഡ്. യേശു കർത്താവിൻ്റെ വാക്കാണ്. ആ വാക്യം ഞാൻ എഴുതിയ റെഫറൻസ് തെറ്റിപ്പോയി, ഐ എം സോറി ഫോർ ദാറ്റ്. എങ്കിലും പറയുന്ന വാക്യം ഇതാണ്: നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞാൽ ചിലതൊക്കെ സംഭവിക്കും. ഒന്ന്, വിശ്വസിക്കണം. ആ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നമ്മളുടെ നാവ് കൊണ്ട് അത് ഏറ്റു പറയണം.
മനസ്സിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് വാഗോണ്ട് ഏറ്റു പറയണം. അതെ, വീണ്ടും ജനനവും അങ്ങനെ തന്നെയാണ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗോണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ ചിലതൊക്കെ സംഭവിക്കും. പർവ്വതത്തോട് നീ മാറിപ്പോകും എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. നീ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചിട്ട് നീ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അകത്തുള്ള വിശ്വാസം എപ്പോഴാണ് പുറത്ത് അത് ജീവജലത്തിന്റെ നദികളായി, പ്രാർത്ഥനയുടെ മറുപടികളായി വരുന്നത്? ചിലർ സംസാരിക്കുവാൻ ആരംഭിക്കുമ്പോൾ ചിലതൊക്കെ പുറത്തു വന്നിരിക്കും. ഇന്ന് പകൽക്കാലം ചിലർ പ്രാർത്ഥിക്കുവാൻ പോകുക, ഇന്ന് പകൽക്കാലം ചിലർ പറയുവാൻ പോകുക. ഇന്ന് നിങ്ങളുടെ ആവശ്യം ദൈവസന്നിധിയിൽ വെച്ച് ഇന്ന് പറയുവാൻ ആരംഭിച്ചോ, ജീവിതത്തിൽ മുൻപിൽ നിൽക്കുന്ന ചില പർവ്വതങ്ങൾ മാറിയിരിക്കും. ആരോടെ ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയത്തില്ല, എങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് ചില നിമിഷങ്ങൾക്കകം നമ്മൾ കടക്കും. നിങ്ങളുടെ മുൻപിൽ ഉള്ള ചില പർവ്വതങ്ങളെ നോക്കി പറയണം. തടസ്സമായി നിൽക്കുന്ന ചില പർവ്വതങ്ങൾ, മുൻപോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില പർവ്വതങ്ങളെ നോക്കിയിട്ട് ഇന്ന് പറയണം, ഹേ പർവ്വതമേ, നീ മാനുഷികമായി എൻ്റെ മുൻപിൽ നിന്ന് മാറുവാൻ അസാധ്യമായി എനിക്ക് തോന്നിയാലും എൻ്റെ അകത്തൊരു വിശ്വാസമുണ്ട്. എൻ്റെ കർത്താവ്, എൻ്റെ യേശു എന്നോട് പറഞ്ഞു, നീ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഇതിനോട് പറഞ്ഞാൽ അത് കടലിൽ പോയി ചാടിയിരിക്കും. എൻ്റെ മുൻപിൽ നിൽക്കുന്ന പർവ്വതം പോലെ നിൽക്കുന്ന പ്രശ്നമേ, ഈ മഹാപർവ്വതമേ, നീ സമനിലമായി തീരും. കാര്യം, നീ കടലിലേക്ക് ചാടുവാൻ പോകുകയാണ്. എൻ്റെ മുൻപിലുള്ള പ്രശ്നം അത് വഴിമാറുവാൻ പോകുകയാണ് എന്നുള്ള വിശ്വാസം ചിലരുടെ അകത്തോട്ട് ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് വ്യാപരിപ്പിക്കുകയാണ്. അനേക അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനായി ചില വിഷയങ്ങളുമായി ആൾക്കാർ വന്നു. സഭയ്ക്കകത്ത് നടന്ന വിഷയങ്ങൾ തന്നെ പറയട്ടെ. പ്രാർത്ഥിക്കുവാൻ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒരു തോന്നൽ തന്നു. പ്രാർത്ഥിച്ചാൽ തടസ്സമായി നിൽക്കുന്ന ആ സാഹചര്യം എന്നേക്കുമായി വഴിമാറും. ആ ഓഫീസിൽ തടസ്സമായി നിൽക്കുന്ന ചില വ്യക്തികളെക്കുറിച്ച് ഭാരത്തോടെ പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ചയിൽ സാക്ഷ്യം കേൾക്കുവാനിടയായി. ദൈവം അവരെ ആ ഓഫീസിൽ നിന്നും മറ്റൊരു സ്ഥലത്തോട്ട്, നോർത്ത് ഈസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. വ്യക്തികളായിരിക്കും, സാഹചര്യങ്ങളായിരിക്കും. നിന്റെ മുൻപിൽ നിൽക്കുവാൻ ഒരു ശക്തിയാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ സാധിക്കുകയില്ല. നീതിയോടെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ മുൻപിൽ ഒരു വ്യക്തിയാകട്ടെ, ഒരു ശക്തിയാകട്ടെ നിൽക്കുകയില്ല. യോശുവയോട് ദൈവം പറഞ്ഞു, എൻ്റെ വചനം നിന്റെ നാവിൽ നിന്നും മാറാതെ, നീ അതിൽ നിരന്തരം ധ്യാനിച്ച് ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ എൻ്റെ വചനത്തിൽ വിശ്വസിച്ച് നീ മുൻപോട്ട് പോയാൽ നിന്റെ ആയുഷ്കാലമൊക്കെയും ഒരു ശക്തി നിനക്ക് വിരോധമായി നിൽക്കുകയില്ല. ഇന്ന് ആ വിശ്വാസം ഒന്ന് ഏറ്റെടുക്കുവാൻ സാധിക്കുമോ? ഇന്ന് ചിലരുടെ അകത്ത് ആ വിശ്വാസം ഒന്ന് കത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമനിലമായി തീരും. നിന്റെ മുൻപിൽ ഒരു ശക്തിയും ഒരു വ്യക്തിയും നിൽക്കുകയില്ല എന്നൊരു വിശ്വാസം ഇന്ന് പകൽക്കാലം ഒന്ന് ഭരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയാകട്ടെ, ഒരു ശക്തിയാകട്ടെ, ഒരു രോഗമായിരിക്കും, ഒരു കടഭാരമായിരിക്കും, നിന്റെ മുൻപിൽ നിൽക്കുന്ന ഏത് പ്രശ്നമായിരിക്കും, ഇന്ന് മഹാപർവ്വതം പോലെ നിന്നാൽ നാളെ നീ നോക്കും, അതിൻ്റെ സ്ഥാനത്ത് നീ അതിനെ കാണുകയില്ല. കാര്യം, നീ സേവിക്കുന്ന ദൈവം, നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിന്റെ അകത്ത് ആർക്കും അളക്കുവാൻ കഴിയാത്തൊരു ശക്തിയായി ഇന്ന് പകൽക്കാലം ദൈവം വർദ്ധിപ്പിക്കുവാൻ ഇന്ന് ചിലരുടെ സ്തുതികൾ ദൈവസന്നിധിയിൽ ഉയരുകയാണ്. ഇന്ന് ചിലരുടെ വിശ്വാസം കേൾവിയാൽ അകത്തേക്ക് വരുന്ന വിശ്വാസം ഒന്ന് ഉയരുകയാണ്. എൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, എൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപ്രശ്നമേ, നീ ആർ എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ നീ ആരുമല്ല, നീ വഴി മാറിയിരിക്കും. എൻ്റെ മുൻപിൽ നീ ആരുമല്ല, നീ വഴി മാറിയിരിക്കും. ഹല്ലേലൂയ. പരാജയത്തോട് മുഖാമുഖമായി നിൽക്കുന്ന ഒരു വ്യക്തിയോട് ദൈവാത്മാവിൽ ഞാൻ സംസാരിക്കട്ടെ, നിന്റെ പരാജയം മാറിയിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പരാജയത്തിൽ കൂടെ പോയൊരു വ്യക്തിയാണ്. ദീർഘവർഷങ്ങൾ പരാജയത്തിൽ കൂടെ പോയി. ഇനിയും ആയുസ്സിൽ ഞാൻ ജയിക്കുകയില്ല എന്നൊരു വല്ലാത്ത നിരാശ എന്നതുപോലെ എൻ്റെ അകത്ത് വന്നു. എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും എൻ്റെ അകത്തൊരു പ്രതീക്ഷ ദൈവം തന്നു. അല്ല, ഈ പരാജയത്തിൻ്റെ ദിവസങ്ങൾ മാറും, ഒരു ശുഭദിനം എൻ്റെ മുൻപിലുണ്ട്. അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്തേക്ക് പകർന്ന ഒരു വിശ്വാസം പോലെ പ്രവചനത്തിൽ കൂടെയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയും കേട്ട വാഗ്ദത്തങ്ങൾ പോലെ എൻ്റെ മുൻപിലുള്ള പരാജയത്തെ എൻ്റെ ദൈവം മാറ്റിയ ഒരു വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ച് എനിക്ക് സാക്ഷ്യം പറയുവാൻ സാധിക്കുമെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം നിങ്ങളെ വിട്ട് മാറുകയില്ല എന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില പരാജയങ്ങളുണ്ടല്ലോ, അതിൻ്റെ മേൽ നീ ജയഘോഷം കൊണ്ടാടിയിരിക്കും. ഹല്ലേലൂയ. അതിൻ്റെ മേൽ നീ ജയിച്ചിരിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞു, ഹേ പരാജയമേ, നീ വഴിമാറിയിരിക്കും. ഹേ പരാജയമേ, നീ വഴിമാറിയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വേദനകൾ എനിക്കുണ്ടായിരുന്നു, ഒരിക്കലും മാറുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് പോലെ എന്നെ അമക്കിയ, എന്നെ പ്രസ് ചെയ്ത, സമ്മർദ്ദം ചെലുത്തിയ അനേക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇതിൽ നിന്നും പുറത്തു വരികയില്ല എന്ന് പ്രത്യാശ അറ്റുപോകുന്ന അളവിൽ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഞാൻ അമർന്നുപോയ സാഹചര്യങ്ങളുണ്ട്. എങ്കിലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി പറയട്ടെ, ഇന്ന് പകൽക്കാലം എൻ്റെ മുൻപിൽ നിൽക്കുക ഒരു സാക്ഷിയായി നിർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും വിട്ടുമാറുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില നിരാശയുടെ സംഭവങ്ങളിൽ നിന്നും
എൻ്റെ ദൈവം എന്നെ വിടുവിച്ചെടുത്തെങ്കിൽ ഇന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ചിലർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് പരാജയം മാത്രമല്ല, അത് വേദനകളും രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിയിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകിയിരിക്കും. കാര്യം വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ്, വാക്ക് പറഞ്ഞവൻ അന്ത്യത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് വാക്ക് പറഞ്ഞവൻ നിങ്ങളുടെ മുൻപിൽ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കാം എന്ന് വാക്ക് പറഞ്ഞവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലം കരം പിടിച്ചു വഴി നടത്തുവാൻ ശക്തനായവൻ ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? അവന്റെ പ്രത്യേകത, അവൻ നിങ്ങളുടെ വലം കരം പിടിച്ചു വഴി നടത്തും. ഹല്ലേലൂയ. വലം കരം പിടിച്ചു വഴി നടത്തുക എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. വലം കരം പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വലം കരം നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയുടെ പൊസിഷൻ അനുസരിച്ച് വലം കരത്തിന്റെ കൊടുക്കുന്നതിന്റെ പ്രത്യേകത. എനിക്കെതിരെ വരുന്ന ഒരു വ്യക്തി വരികയാണെങ്കിൽ എൻ്റെ വലം കരം ഞാൻ കൊടുക്കുമ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ വലം കരം എനിക്ക് തരും. തന്നിട്ട് പറയും, പ്രൈസ് ദ ലോർഡ്, ഷേക്ക് ഹാൻഡ്. രണ്ടുപേരുടെയും വലം കരം തമ്മിൽ ഷേക്ക് ഹാൻഡ് ചെയ്തു. ദൈവം പറയുക, അങ്ങനല്ല, ഞാൻ നിനക്കെതിരെ വന്ന് ഞാൻ നിനക്ക് വലം കരം പിടിക്കുമെന്നല്ല, ഞാൻ നിനക്ക് മുൻപായി കടന്നു പോകും. ഞാൻ നിനക്ക് മുൻപായിട്ട് കടന്നു പോകുമ്പോൾ നിന്റെ വലം കരം ഞാൻ അങ്ങ് പിടിക്കും എന്ന് പറഞ്ഞാൽ, ജോൺസൺ കം, അത് മനസ്സിലാകാനായിട്ട് പറയാം. ഞാൻ നടന്നു പോകുമ്പോൾ കം ടു മൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓൾറൈറ്റ്, ലെറ്റ്സ് ഷോ ദിസ്. എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ഒന്ന് കാണിക്കാം. എതിരെ വരികയാണെങ്കിൽ ഐ ഹോൾഡ് യുവർ റൈറ്റ് ഹാൻഡ്. വലം കരം പിടിച്ചാൽ നമ്മളുടെ ഹൃദയം ഏകാഗ്രമായി ഒരുമിച്ചിരിക്കുന്നു, നമ്മൾ തുല്യരാണ്, ഇക്വാലിറ്റി എന്നൊക്കെ കാണിക്കുന്നതാണ്. എങ്കിലും ഞാൻ നിനക്ക് മുൻപായി കടന്നു പോകുമെന്ന് പറയുമ്പോൾ എൻ്റെ പൊസിഷൻ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ ഇങ്ങോട്ടിങ്ങ് മാറി, എന്നിട്ട് വലം കരം അങ്ങ് പിടിച്ചു. വലം കരം പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇടം കരം, എൻ്റെ ലെഫ്റ്റ് ഹാൻഡും കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ഈ റൈറ്റ് ഹാൻഡും കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന യാതൊന്നും പിന്നെ ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ശൂന്യമായി കഴിഞ്ഞു. ഇനിയും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇനിയും ചെയ്യണമെങ്കിൽ എൻ്റെ വലം കരം മാത്രമേ പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വലം കരം ഒരിക്കൽ ദൈവം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പറയാനുള്ളത്, എൻ്റെ വലം കരം നിനക്കായി എൻ്റെ വീര്യമുള്ള ഭുജം നിനക്കായി ചിലത് പ്രവർത്തിക്കുവാൻ പോകുകയാണ്. ഇന്ന് ചിലർ അലറിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമോ, എൻ്റെ ദൈവമേ, എൻ്റെ വലം കരം ശൂന്യമായി എന്ന് തോന്നുമ്പോൾ, എൻ്റെ കരത്തിന്റെ പ്രവർത്തന മണ്ഡലം ശൂന്യമായി എന്ന് ഞാൻ തോന്നുമ്പോൾ, എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ, എൻ്റെ വലം കരം പിടിച്ച് എൻ്റെ മുൻപിൽ നടന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി എനിക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്ന് ആരും അടയ്ക്കാതെ വണ്ണം വാതിൽ തുറക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം വാതിൽ തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം വാതിൽ അടയ്ക്കുകയും ചെയ്യുന്ന വലം കരമുള്ളവൻ, വീരഭുജമുള്ളവൻ എനിക്ക് മുൻപിലായി എൻ്റെ വലം കരം പിടിച്ച് എനിക്ക് വേണ്ടി നടക്കുന്ന എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തത. ഇന്ന് ആരെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ എന്ന് ഞാൻ പറയട്ടെ. ചേട്ടൻ വലം കരം ദൈവം പിടിച്ചിരിക്കും. നിങ്ങളുടെ മുൻപിൽ ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ എൻ്റെ ദൈവം നിങ്ങളുടെ വലം കരം പിടിച്ച്, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേട്ടൻ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ സമനിലമായി തീരും എന്ന് വായിൽ നിന്ന് വാക്കുയരുമ്പോൾ, പർവ്വതമേ കടലിൽ ചാടി വീട് എന്ന് വായിൽ നിന്ന് വാക്കുയരുമ്പോൾ, നിന്റെ കരം ബലഹീനമായ കരം പിടിച്ചിരിക്കുന്ന മറ്റൊരു ബലമുള്ള ഭുജമുള്ളതിനാൽ അവന്റെ വലം കരം നിനക്കായി വീര്യം പ്രവർത്തിക്കും. ആ പർവ്വതത്തെ നിന്റെ മുൻപിൽ നിന്ന് മാറ്റിയിരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് ചെയ്യുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഇന്ന് ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ പോകുക. ഇന്ന് ഒറ്റ മൗനമായി ഒറ്റ വ്യക്തി പോലും നിൽക്കല്. പറയണം, കർത്താവേ, എൻ്റെ അകത്തുനിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകിയേ മതിയാകൂ. എൻ്റെ വിശ്വസിക്കുന്ന എൻ്റെ അകത്ത് ഒരു ദൈവശക്തിയുടെ വ്യാപാരമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വലം കരം ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നടക്കട്ടെ, എൻ്റെ ശക്തിയല്ല, എൻ്റെ ബലമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പ്രവർത്തനമല്ല, എൻ്റെ വലം കരം ഞാൻ വിട്ടുതരികയാണ്. എൻ്റെ പ്രവർത്തനം ഞാൻ വിട്ടുതരികയാണ്. എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. എങ്കിലും എൻ്റെ വലം കരം അങ്ങ് പിടിച്ചിട്ട് എൻ്റെ മുൻപിൽ നടന്ന് എൻ്റെ വഴികൾ നിരപ്പാക്കുവാൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ, ആപത്തുകളെ ഒഴിച്ചു തരുവാൻ, എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ വലം കരം എനിക്കായി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾക്കായി ദൈവത്തിന്റെ കരം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. Oh, I can already see that. ഞാൻ ചിലതൊക്കെ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മുൻപിൽ കിടക്കുന്ന അടഞ്ഞ വാതിലുകൾ തുറന്നു വരികയാണ്. അവന്റെ ബലമുള്ള വീര്യഭുജം നിങ്ങൾക്കായി ചലിക്കുകയാണ്. ഓ യെസ്, ആ ക്യാൻസലായി പോയ വാതിലുകൾ, ആ ക്യാൻസലായി പോയ വഴികൾ എൻ്റെ ദൈവം നിങ്ങൾക്കായി തുറന്നു തരികയാണ്. യെസ്, ഡോക്ടേഴ്സ് ഒരിക്കലും ഇനിയും സാധിക്കുകയില്ലോ എന്ന് പറഞ്ഞ രോഗത്തെ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം ചിലർക്കായി സൗഖ്യമാക്കുവാൻ മനസ്സുണ്ട് എന്ന് പറഞ്ഞ് കരം നീട്ടുന്ന എൻ്റെ ദൈവത്തിന്റെ കരം ചിലർക്കായി നീളുകയാണ്.
ആത്മാവിൽ ഞാൻ കാണുകയാണ്, ചിലർക്ക് വേണ്ടി ചുവരിന്മേൽ എഴുതുന്നത് പോലെ എന്റെ ദൈവത്തിന്റെ വലം കരം ചില ചുവരുകളുടെ മേൽ എഴുതുവാൻ പോകുകയാണ്. ആർക്കും മായ്ക്കുവാൻ കഴിയാത്തതുപോലെ, ആർക്കും ചോദ്യം ചെയ്യുവാൻ കഴിയാത്തതുപോലെ അവന്റെ വലം കരം ചിലർക്കായി മതിലിന്റെ മേൽ എഴുതുവാൻ, ഹല്ലേലൂയ, ചുവരിന്റെ മേൽ എഴുതുവാൻ, വിളക്കിനെതിരെ ചുവരിന്റെ മേൽ എഴുതുവാൻ ചില സാക്ഷ്യം, ചില നഷ്ടപ്പെട്ട സാക്ഷ്യങ്ങൾ, ചില ജീവിതത്തിൽ മറ്റു പലരും പലതും വിധി എഴുതിയത് വിധികൾ, പലരുടെയും ജീവിതത്തിൽ എഴുതപ്പെട്ട പല വിധികൾ ഇന്ന് പകൽക്കാലം തിരുത്തി കുറിക്കുവാൻ അവന്റെ വലം കരം ചുവരിന്മേൽ വിളക്കിനെതിരെ എഴുതുവാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ ബലപ്പെടുത്തുവാൻ അവന്റെ കരം ചിലരുടെ മേൽ വരികയാണ്, അവന്റെ കരം ചിലരുടെ മേൽ വരികയാണ്. യഹോവയുടെ കരം എന്റെ മേൽ വന്നു, അവന്റെ വീര്യമുള്ള ഭുജം എനിക്കായി പ്രവർത്തിച്ചു എന്ന് ചിലർ പരസ്യമായി സാക്ഷ്യം പറയത്തക്കതുപോലെ മനുഷ്യരാൽ അസാധ്യമായ ചിലത് എന്റെ ദൈവം ചെയ്യുവാൻ പോകുകയാണ്. ഏറ്റവും പ്രധാനമായി കടഭാരത്തിലിരിക്കുന്ന ചിലതിനു വേണ്ടി എൻ്റെ ദൈവം തൻ്റെ വലം കരം ഒന്ന് നീട്ടുവാൻ പോകുകയാണ്. ഇന്ന് ചിലർ പ്രാർത്ഥിച്ചോണം, കർത്താവേ, ആർക്കും തടുക്കുവാൻ കഴിയാത്തതുപോലെ നദികൾ ഒഴുക്കുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ കരം ചിലർക്കായി വരുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, വിളിച്ചു പറ, ചിലർക്ക് വേണ്ടി സമാധാനം നദികൾ പോലെ എൻ്റെ ദൈവം അഴിച്ചു വിടുവാൻ പോകുകയാണ്. ഭയത്തിലായിരിക്കുന്നവർ, ഭാരത്തിലായിരിക്കുന്നവർ, പ്രയാസത്തിലായിരിക്കുന്ന ചിലരെ നോക്കി ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവദാസൻ എന്ന പദവിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഭാവിയെക്കുറിച്ച് ഭയന്നിരിക്കുന്നവർ, സാഹചര്യങ്ങളിൽ പേടിച്ചിരിക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് എന്റെ ദൈവം വലം കരം നീട്ടി ചിലർക്ക് വേണ്ടി സമാധാനം നദികൾ പോലെ ഒഴുക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തയ്യാറാണോ? അവന്റെ കരം ചിലരുടെ മേൽ വരുവാൻ പോകുകയാണ്. ആത്മാവിൽ ഞാൻ പറയട്ടെ, അവന്റെ കരം ചിലരുടെ മേൽ വരുവാൻ പോകുകയാണ്. ഇന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? യേശുവേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് ശബ്ദം ഉയർത്തി പറയുന്നവരുണ്ടോ? അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു. അവനും ഇവനും പറഞ്ഞതുപോലെയല്ല, ആ പുസ്തകത്തിലും ഈ പുസ്തകത്തിലും വായിച്ചതുപോലെയല്ല, അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്നും എന്നാൽ സകലതും സാധ്യമെന്നും അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു എന്നേറ്റ് പറയുവാൻ കഴിയുന്ന ചിലരുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം ചിലരിലേക്ക് വ്യാപരിക്കുവാൻ പോകുകയാണ്. ആ വിശ്വാസം പൂർണ്ണമാകണമോ? ആധരങ്ങൾ ചലിച്ച് ചിലത് പറഞ്ഞേ മതിയാകൂ. ഇന്ന് ചിലർ പറയണം, മഹാപർവ്വതമേ, നീ വിട്ടുമാറിയേ മതിയാകൂ. ജീവജലത്തിന്റെ നദികൾ ഒഴുകിയിരിക്കും, മരുഭൂമി മാറിയിരിക്കും, അതിന്റെ അവസ്ഥകൾ മാറിയിരിക്കും, കടഭാരങ്ങൾ മാറിയിരിക്കും, സമാധാനം നദി പോലെ വന്നിരിക്കും. What is your problem? നിങ്ങളുടെ പ്രശ്നം എന്താണ്? ആ പ്രശ്നത്തെ എൻ്റെ ദൈവം നിങ്ങൾക്കൊരു അനുകൂലമാക്കി മാറ്റുവാൻ പോകുകയാണ്. You stay here. ഇവിടെ നിൽക്കുക. ഇന്ന് എൻ്റെ മുൻപിൽ ചില തടസ്സങ്ങളുണ്ടെന്നിരിക്കട്ടെ. എനിക്ക് മുൻപിൽ നടക്കുവാൻ കഴിയാതെ എൻ്റെ മുൻപിൽ തടങ്ങൾ പാറയാൻ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, എനിക്ക് ഒരിക്കലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ചില പ്രശ്നങ്ങളുടെ മീതെ എൻ്റെ ദൈവത്തിൻ്റെ കരം, എൻ്റെ വലം കരം പിടിച്ചു കഴിയുമ്പോൾ ദൈവം പറയും, ഇതുവരെ നിന്റെ മുൻപിൽ പ്രശ്നമായി നിന്ന ആ തടസ്സമുണ്ടല്ലോ, എൻ്റെ വലം കരം, നിന്റെ വലം കരം ഞാൻ പിടിച്ചിരിക്കുകയോ, നിന്റെ മുൻപിൽ തടസ്സമായി നിന്നത് നിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുകയാണ്. നിന്റെ മുൻപിൽ തടസ്സമായി നിന്നത് നിന്റെ ഉയർച്ചയ്ക്കായി കാരണമാകുകയാണ്. നിന്റെ മുൻപിൽ തടസ്സമായി നിന്നത് നിന്റെ ഉയർച്ചയ്ക്കായി മാറുകയാണ്. നിന്റെ മുൻപിൽ തടസ്സമായി നിന്നത് നിന്റെ ഉയർച്ചയ്ക്കായി മാറുകയാണ്. നിന്റെ മുൻപിൽ തടസ്സമായി നിന്നത് തന്നെ നിന്റെ മുൻപിൽ ഉയർച്ചയ്ക്കായി വരുവാൻ പോകുകയാണ്. നിന്നെ തകർത്തു കളയുവാൻ ശത്രു എന്ത് ഉപായം ചെയ്തോ അത് തന്നെ നിന്നെ ഉയർത്തുവാൻ എൻ്റെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചിലർ പ്രാർത്ഥിക്കണം. നമ്മുടെ നടുവിൽ പൈലറ്റ്സ് ഉണ്ട്. ഇന്ന് പൈലറ്റ്സ് നമ്മുടെ നടുവിൽ, ഞാൻ പറയട്ടെ, പ്ലെയിനിൽ പോകുമ്പോൾ ഹെഡ് വിൻഡ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് മുൻപിൽ നിന്ന് അടിക്കുന്ന കാറ്റുണ്ട്. ഹെഡ് വിൻഡ് ഉണ്ടെങ്കിൽ പ്ലെയിൻ്റെ സ്പീഡ് കുറയും, എഫിഷ്യൻസി കുറയും, അതിൻ്റെ പെർഫോമൻസ് കുറയും. അതേസമയം ടെയിൽ വിൻഡ് എന്ന് പറയും, പുറകിൽ നിന്ന് അടിക്കുന്ന കാറ്റ്. അതുണ്ടെങ്കിൽ പ്ലെയിൻ പെട്ടെന്ന് ചെല്ലും, സ്പീഡ് കൂടും, ഫ്യൂവൽ എഫിഷ്യൻസി കൂടും. ഹെഡ് വിൻഡ്, പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഉണ്ടെങ്കിൽ ടെയിൽ വിൻഡ്, നന്മയുടെ കാറ്റുകളുമുണ്ട്. എന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ കർത്താവെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നല്ലാന്നെങ്കിലും ചിലർ പ്രാർത്ഥനയിൽ വളരട്ടെ. ചിലർ പ്രാർത്ഥിക്കണം, കർത്താവെ എൻ്റെ ശാപത്തിനായി, വീഴ്ചയ്ക്കായി, വീഴുവാൻ തക്കവണ്ണം എന്നെ ഉന്തിയെങ്കിലും അത് നന്മയ്ക്കായി ദൈവം മാറ്റി. ഹെഡ് വിൻഡായി മുൻപിൽ നിന്ന് വന്നത് അതിനെ തിരിച്ചടിപ്പിക്കുവാൻ, അതിനെ തിരിച്ചു നടിപ്പിക്കുവാൻ, അത് ടെയിൽ വിൻഡായി മാറുവാൻ, എതിരെ വരുന്നത് അനുകൂലമായി മാറുവാൻ ആ ബലമുള്ള ഭുജം ഇന്ന് ചിലർക്കായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. ഇന്ന് ആ വിശ്വാസം സ്തുതിയിൽ കൂടെ, വിശ്വാസത്തിൽ കൂടെ, ഏറ്റുപറയുന്നതിൽ കൂടെ ഇന്ന് പകൽക്കാലം അത് ചിലരുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറട്ടെ. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അത്യന്ത വലിപ്പം ചിലർ കാണുവാൻ പോകുകയാണ്. തയ്യാറാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2 ഗ്രൂപ്പിലേക്ക് നമ്മൾ തിരിയുവാൻ പോകുകയാണ്. 2 ഗ്രൂപ്പിലേക്ക്. ഒന്ന്, വിശ്വാസത്താൽ ചിലത് ചെയ്യുന്നവർ. 2, വിശ്വാസത്താൽ ചിലത് ചെയ്യുന്നതിനെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നവർ. യു ക്യാൻ ഡിസൈഡ് വൈ യു ബിലോങ്. നിങ്ങൾ എവിടത്തേക്കാണ് നിങ്ങളുടെ തീരുമാനം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുവാൻ സാധിക്കും. ഇതിൻ്റെ അകത്തിരുന്ന് ചിലർ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഹേ എൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമനിലമായി തീരും, നീ മാറ്, കടലിൽ പോയി വീഴ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില കടലുകൾ പോയി വീഴുന്നത് പോലെ ചില പ്രവൃത്തികൾ ദൈവം ചെയ്തിരിക്കും. ഇന്ന് ചിലർ പറയും, കർത്താവേ എൻ്റെ വലം കരം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്, എൻ്റെ വലം കരം പിടിച്ച് എൻ്റെ മുൻപിൽ കർത്താവ് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത് സംഭവിച്ചിരിക്കും. എൻ്റെ അകത്തുനിന്ന് കർത്താവെ ഞാൻ അങ്ങിൽ വിശ്വസിക്കുക, ജീവജലത്തിന് നദികൾ ഒഴുകുകയും മരുഭൂമി പോലെ കിടക്കുന്ന എൻ്റെ ജീവിത അനുഭവത്തെ കർത്താവെ ഇന്ന് പകൽക്കാലം ഒരു പൂത്തോട്ടം പോലെ ആക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ കരം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ചിലർ തയ്യാറാണെങ്കിൽ എഴുന്നേറ്റ് നിന്നോ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ജോൺസൺ, ഐ വോണ്ട് യു ടു ലീഡ് ദിസ് പ്രേയർ. അടുത്ത ചില 10 മിനിറ്റോളമുണ്ട്. അപ്പോഴത്തേക്ക് വർഷിപ്പ് ടീം പ്ലീസ് കം അപ്പ്. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്റ്റേജിൽ നിന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതും കൊണ്ട്, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ കാഴ്ചക്കാരായിരിക്കണം എന്നല്ല. അതിനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി വിട്ടുതരുന്നു. എങ്കിലും അതിനേക്കാൾ ഉത്തമമായത് ഞാൻ പറയട്ടെ, ചിലരൊന്ന് പറയുവാൻ സാധിക്കുമോ? എൻ്റെ അകത്ത് ഞാൻ വിശ്വസിക്കുന്നു, വചനം പറയുന്നത് പോലെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, സർവശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, വാക്കുമാറാത്തവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സർവശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വചനത്തിൽ പറയുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ അകത്ത് ശക്തിയായി വ്യാപരിക്കട്ടെ, അത് അളവറ്റ വലിപ്പമായി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന, വിശ്വസിക്കുന്നവരിൽ പ്രവർത്തിക്കുന്ന അത്യന്ത ശക്തിയായി ഇന്ന് പകൽക്കാലം മാറുവാൻ പോകുക. തയ്യാറാണെങ്കിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചാട്ട് ഇന്ന് പകൽക്കാലം ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം ഇന്ന് പകൽക്കാലം ഈ സ്ഥലത്ത് ചലിച്ചു തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പർവ്വതം ഇന്നും പകൽക്കാലം അതിനോട് മാറി നീങ്ങി കടലിൽ എന്ന് കൽപ്പിച്ച് നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. വിശ്വസിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടായി വരാൻ പോകുകയോ, ചില സൃഷ്ടിക്കപ്പെടാൻ പോകുകയോ. യേശുവിന്റെ നാമത്തിൽ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലം നീങ്ങി ഹല്ലേലൂയ. ഫലമില്ലാത്ത അഗ്നി നിങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെടും. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഇല്ലാതെ ഉണ്ടാക്കി തരുവാൻ കഴിയുന്നവന്റെ കരം ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി വ്യാപരിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ഇല്ലായ്മകൾ ഉണ്ടായി വരട്ടെ, ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി വരട്ടെ, അടഞ്ഞ വഴികൾ കൊണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ മരിച്ചുപോയ സാഹചര്യങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ജീവൻ വെക്കുന്നു. കരങ്ങളെ അടിച്ചു ഇന്ന് പകൽക്കാലം ആർപ്പോടെ സ്തുതിച്ചോട്ടെ. ഇന്ന് നിങ്ങളുടെ പകൽക്കാലമോ, നിങ്ങളുടെ ദിവസമോ, ശത്രു എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് പകൽക്കാലം പറയുക, ഇല്ല 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 ഇല്ല. ഇന്നൊരു പുതിയൊരു തുടക്കമുണ്ട്. It's a season of new beginning. ഇത് പുതിയൊരു ആരംഭത്തിന്റെ ദിവസമോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. പിതാവിന്റെ വലതുഭാഗത്ത് സകല വാഴ്ചയ്ക്കും
ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഉയർത്തുകയും സകലം അവനെ കാൽക്കീഴാക്കി. ഹല്ലേലൂയ. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ തന്റെ സമയം ശരീരത്തിന് അവൻ കൈമാറുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം വിശ്വാസിക്കുന്ന സഭയ്ക്ക് വേണ്ടി ദൈവം പുത്തൻ അധികാരത്തെ കൈമാറുന്നു. അംശപ്രമാണിയോ ശന്തൽ പ്രമാണിയോ ശാതൽ പ്രമാണിയോ ശന്തൽ പ്രമാണിയോ എല്ലാം അവസാനിച്ചു എന്ന് രാജ്യം പറയുന്നിടത്ത് ഇന്ന് പകൽക്കാലം സംസാരിക്കാൻ പ്രവചിക്കാൻ ഒരു പ്രവാചകനുണ്ട്. നാളെ ഈ നേരമാകുന്നു ശമര്യയുടെ പടിവാതിക്കൽ സ്തോത്രം ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. പ്രമാണിയെ നിനക്കത് പിടികിട്ടത്തില്ല, നിനക്കത് പിടികിട്ടത്തില്ല. എന്നാൽ വിശ്വസിക്കുന്ന ഒരു സഭയ്ക്ക് അതിന്റെ ആഴം പിടികിട്ടും. ഓരോ മഷക്കെ ഏലിശ പറയുന്നത് പ്രമാണിക്ക് പിടികിട്ടത്തില്ല, പ്രമാണിക്ക് പിടികിട്ടത്തില്ല, അധികാരിക്ക് പിടികിട്ടത്തില്ല. എന്നാൽ വിശ്വസിക്കുന്ന ഒരു സഭയ്ക്ക് അതിന്ന് പകൽക്കാലം വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് വരെ നിലനിന്ന അവൻ കൊടികുത്തി വാണ് അവൻ വാണ സ്തോത്രം അവൻ സ്തോത്രം ദാരിദ്ര്യം ഇന്ന് പകൽക്കാലം അവസാനിക്കുന്നു. ഓരോ മഷക്കെ അസ്തന പ്രബല ശാദൽ കമാരിയോ come on come on ശാന്തൽ പ്രമാണിയോ ഇന്നിങ്ങളെ പകൽക്കാലമാ. It's your morning. ഇന്നിങ്ങളെ ദിവസമാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇസ്രായേലിൽ അവൻ അന്നുവരെ നിലനിന്ന ക്ഷാമം ഒറ്റ ദിവസം കൊണ്ട് പ്രവാചകന്റെ സംസാരത്തിൽ പ്രവാചകന്റെ വാക്കിന് മുൻപിൽ അവൻ ഉണ്ടായി വന്നെങ്കിൽ സാഹചര്യങ്ങൾ മാറിയെങ്കിൽ ക്ഷാമത്തിന്റെ അവൻ കെട്ടുതയും പൊട്ടിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി അസാധാരണമായത് ദൈവം ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ പോകുന്നു. അർത്ഥപ്രമാണിയോ ഇനി നിങ്ങൾ ദാരിദ്ര്യത്തിൽ വാഴേണ്ട ആവശ്യമില്ല. ഇനിയും സ്തോത്രം കടഭാരത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. നിങ്ങൾ പുറത്തു വരാൻ പോകുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. You will come out of it. അതിൽ നിങ്ങൾ പുറത്തു വരും. Say it aloud. ആമേൻ. ഉറക്കെ പറഞ്ഞാൽ ഞാൻ പുറത്തു വരാൻ പോകുക. ഹല്ലേലൂയ. ഞാൻ പുറത്തു വരാൻ പോകുക. ആമേൻ. കടഭാരത്തിൽ ഞാൻ വാഴത്തില്ല, ഞാൻ പുറത്തു വരാൻ പോകുക. ശാന്തൽ പ്രമാണിയോ അർത്ഥര പ്രമാണ ശാന്തൽ പ്രമാണ ഘടക ശുദ്ധല ഘടക ജഗൽ പ്രമാണിയോ ശാന്തൽ പ്രമാണിയോ ശാന്തൽ പ്രമാണിയോ ശാന്തൽ പ്രമാണിയോ ശകൽ പ്രമാണിയോ ശാന്തൽ പ്രമാണിയോ. റോമൻ ഗവൺമെന്റ് പറയും എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. എന്നാൽ റോമ ഗവൺമെന്റിന് പിടിക്കിട്ടാത്ത ഒരു കാര്യമുണ്ട്. യേശുവിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളകത്ത് വ്യാപരിക്കുന്ന ശക്തി പിശാചിന് പിടിക്കിട്ടത്തില്ല, പിടിക്കിട്ടത്തില്ല. ഇന്ന് പകൽക്കാലം അത് വെളിപ്പെടാൻ പോകുകയോ. ജീസസ് 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 ജീസസ്. ശഖമാനദേലെ അർത്ഥന പ്രബാന ശമനദൽ ഖനാസി അർത്ഥന പ്രബാനിയ ശബ്ദ പ്രബാനിയ ജലഹദൽ ഗണഗ ഹംദൽ പ്രബാനിയ ജല ഹേ ഹേ അസൽ പ്രബാനിയ ഓ രാചാകാസ ആചാരാചാകാസ ഏതേ മെഹസിയ അംശ പ്രബാനിയ. ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടായി വരട്ടെ, ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി വരട്ടെ, ഇല്ലാത്ത ജോലി ഉണ്ടായി വരട്ടെ, ഇല്ലാത്ത സൗഖ്യം ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പിശാചിന്റെ പകൽക്കാലമല്ല, ഇത് നിങ്ങളുടെ പകലോ. അതിലെ ഭൗഷ്മനത്വരാധന ഘടകമനാഥ് അംശമരാധന ഭൗണമരാധന ഘടക സന്തൽ ശാദല ഭൗണമനാധന ഘടകമലക്ഷസ് വൈറ്റമനാധന ഭൗണമനാധന ഘടകമലക്ഷസ് ഭക്തമനാധന വേദികളക്ഷമനത്വരാധന ശാദല വേദിവനത്വരാധന ഘടകമലക്ഷസ് ഭക്തമനാധന വേദിവലക്ഷസ് ഭൗണമനാധന ഘടകമലക്ഷസ് ശാദല വേദിവലക്ഷമനാധ അർത്ഥമനാധന ഭൗണമനാധന ഘടകമലക്ഷസ് വൈറ്റമനാധന ഭൗഷ്മനത്വ ശാദല വേദികളക്ഷമനാധന ഭൗഷ്മനത്വ
Shama